തിരുവനന്തപുരത്തിന് കുടിവെള്ളം കിട്ടുന്ന പ്രധാനപ്പെട്ട സ്ഥലം അതാണ് കരമനയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന നെടുമങ്ങാട് താലൂക്കിലെ അരുവിക്കര ഡാം. തിരുവനന്തപുരത്തിന്റെ കുടിവെള്ള ആവശ്യങ്ങൾക്കായിട്ട് 1972 ഈ ഒരു ഡാം പണി പൂർത്തിയാക്കിയത്. സിറ്റിയിൽ നിന്ന് 16 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഡാമിനോട് തൊട്ട് ചേർന്നിട്ടാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉള്ളത്. ഡാമിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ശിവ പാർക്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതും വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിലാണ്. ഡാമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അരുവിക്കര ദേവി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുഞ്ഞു കല്യാണ മണ്ഡപം കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഗുഹയും ഉണ്ട്. ഈ ഗുഹ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഒരു ദിവസം ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം. ഈ ദേവീ ക്ഷേത്രം അനേകം വർഷം പഴക്കമുണ്ടെങ്കിലും കാലാകാലങ്ങളായിട്ടുള്ള റെനോവേഷനൊക്കെ ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ അമ്പലങ്ങളെയും പോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് ഫീലും മൈൻഡൊക്കെ നന്നായിട്ട് റിലാക്സ്ഡ് ആവും. പക്ഷേ ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ രീതിയൊക്കെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഒരു പാലക്കാടൻ വള്ളുവനാടൻ സ്റ്റൈലായിട്ടാണ് തോന്നിയത്. കുടിവെള്ളം പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഡാമിലെ മീനുകൾ കൊടുക്കുന്ന മീനൂട്ടാണ്. ഈ അമ്മമ്മയുടെ നിന്ന് ഞാനും ഒരു പാക്കറ്റ് കടല വാങ്ങി മീനിന് കൊടുക്കാനായിട്ട് പോയി. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വരുന്നവർ മീനിനെ ഉപദ്രവിക്കാതെ ഭക്ഷണം മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്ക് കണ്ടു. ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഈ ഒരു പാർക്കൊക്കെ റെനോവേഷൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതൊരു അസറ്റ് തന്നെയാണ്. വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക, കാരണം നല്ല വഴുക്കലുള്ള പാറയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഡാം തുറക്കുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല.